സാമ്പത്തികമായി കച്ചവടം നല്ല നിലയിൽ, കുടുംബപരമായി മക്കളൊക്കെ നല്ല നിലയിൽ. പക്ഷേ എല്ലാവരുടെ ജീവിതത്തിലും ഒരു സമയം കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ വരും. വൃദ്ധരായ ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കാല് നിർത്താനാവാത്തപ്പോ, നടന്നിട്ട് കിതപ്പ് മാറാത്തപ്പോ, വിചാരിച്ച പോലെ സുജൂദിലേക്ക് പോകാൻ പറ്റാതാകുമ്പോ, അങ്ങനെ ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അള്ളാഹു എന്റെ പ്രാർത്ഥനയൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പം നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലുള്ള ആവർത്തിച്ചോർമ്മപ്പെടുത്തി, നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ചില യോഗ്യതകൾ നിങ്ങൾക്കുണ്ടാവണം. ഏതൊരുത്തനും അള്ളാന്റെ നേരെ കൈനീട്ടിയാൽ തരും എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. 5 വക്തും നിസ്കരിച്ച് തേടിയാൽ അള്ളാഹ്ക്ക് അത് മതി എന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമസ്കാരത്തെ പോലെ മറ്റു ചിലത് വേണം, മറ്റു ചില കാര്യങ്ങളെ പോലെ ഇബാദത്തുകൾ വേണം. അതിനെ തൊട്ട് ലോകത്തിന്റെ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയപ്പോ സഹാബാക്കളോട് ആദ്യമായി പഠിപ്പിച്ചത്, പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത നിഷ്കളങ്കതയോടെ, ആത്മാർത്ഥതയോടെ, ഹൃദയം തുറന്ന് റബ്ബിനോട് പറയാൻ പറ്റണം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ. വമാ ഉമിറൂ, ഒരാളോടും ഞാൻ കൽപ്പന കൊടുത്തിട്ടില്ല എന്തായിട്ടല്ലാതെ, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കണം, അവനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീന, നിഷ്കളങ്കമായ മനസ്സോടെ, ഒരു പാപക്കറയും കടയാത്ത മനസ്സോടെ, വഹുനഫാഅ, ഋജുമനസ്കനായിക്കൊണ്ട്. അവിടെയാ നമ്മളിൽ പലരും പരാജയപ്പെടുന്നത്. എന്താണ് ഋജുമനസ്കത? ഒരാളെ കൊണ്ടും പറയിപ്പിക്കാത്ത ജീവിതം, ഒരാൾക്കും വെറുപ്പുണ്ടാക്കാത്ത സ്വഭാവം, ഒരാളോടും പകവെച്ച് നടക്കാത്ത മനസ്സ്. നമ്മൾ കാരണം ഒരാൾക്കും വെറുപ്പുണ്ടായിട്ടില്ല, നമ്മളുടെ സ്വഭാവം കാരണം ഒരാളും നമ്മളോട് തർക്കിക്കേണ്ടി വന്നിട്ടില്ല, ഒരാളുടെയും ഹലാലല്ലാത്തൊരു മുതൽ നമ്മൾ സമ്പാദിച്ചിട്ടില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആരെക്കൊണ്ടും ഒരു പൊരുത്തം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവൂല അങ്ങനത്തെ ചില ആളുകൾക്ക്. കാരണം എല്ലാവരോടും നല്ല സ്വഭാവം. പക്ഷെ നമ്മളിൽ പല വ്യക്തികളുമായിട്ട് നമുക്ക് പൊരുത്തം വാങ്ങാനുണ്ട്. വാവിട്ട വാക്ക്, ഹറാമായ സമ്പാദ്യം, പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ, ഏതൊക്കെയോ കാലത്ത് പണ്ഡിതന്മാർ ഈ വിഷയത്തെ ഓർമ്മപ്പെടുത്തിയത് ആധുനിക കാലഘട്ടത്തിൽ ഏത് കാര്യത്തിനോടാണെന്നറിയോ? വിവരമില്ലാത്തൊരു കാലത്തൊരു വാപ്പാനോട് കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളോട് പൊരുത്തം വാങ്ങാത്ത കാലത്തോളം നിങ്ങൾ അള്ളാന്റെ നേരെ എത്ര കൈ നീട്ടിയാലും പടച്ചോൻ അത് വേണ്ട എന്ന് വരെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഋജു മനസ്കത എന്ന് പറഞ്ഞാൽ ഒരാളുടേതും അപഹരിക്കാത്ത, ഒരാൾക്കും ഒരു വെറുപ്പോ വേദനയോ കൊടുക്കാത്ത, ഒരാളോടും മുഖം കറുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢ ലക്ഷ്യത്തിന് വേണ്ടിയോ ഇടപെടാത്ത ഒരു മനസ്സിന്റെ ഉടമ. അയാൾ നിഷ്കളങ്കനായിരിക്കും, അയാൾ ഋജുമനസ്കനായിരിക്കും, അയാൾക്ക് ആരോടും ഒരു കുറ്റബോധം ഉണ്ടാവൂല. പക്ഷേ നമ്മളിൽ പലർക്കും ആ കുറ്റബോധം ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ ആ പ്രാർത്ഥന അള്ളാന്റെ അടുത്തേക്ക് എത്തില്ല. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ നിമിഷവും അള്ളാഹു പറയും, നീ കാരണം അവന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, നീ കാരണം ആ കുടുംബം മുറിഞ്ഞിട്ടുണ്ട്, നീ കാരണം ഓൻ ദാരിദ്ര്യത്തിലെത്തിയിട്ടുണ്ട്, നീ കാരണം അവന്റെ കച്ചവടം പൊളിഞ്ഞുപോയിട്ടുണ്ട്, നീ വിശ്വസിച്ച് കൂടെ കൂട്ടി അവനെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ പൊരുത്തം നിനക്ക് കിട്ടാത്ത കാലത്തോളം അള്ളാന്റെ അടുത്തേക്ക് നീ കൈനീട്ടിയിട്ട് കാര്യമില്ല എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും, ഖുൽ, നബിയെ താങ്കൾ പറയണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവനും മരണവും എന്റെ ലോകരക്ഷിതാവായ റബ്ബിന് മാത്രമാണ് അവകാശപ്പെട്ടത്. ലാ ശരീക ലഹു, ഞാൻ അവനിൽ പങ്കു ചേർക്കുന്നില്ല. കൂടെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹ് പ്രാർത്ഥന തള്ളിക്കളയാനുള്ള മറ്റൊരു കാരണം റബ്ബിൽ പങ്കു ചേർക്കുക എന്നുള്ളതാ. അജ്മീരും നാഗൂരും മുത്തുപ്പേട്ടയും ചെന്ന് കബറ് മൂടുന്ന ഒരു വ്യക്തിക്ക് റബ്ബിന്റെ നേരെ കൈനീട്ടാൻ അവകാശമില്ല. മന്ത്രിച്ചൂതിയ ഏലസുകൾ കയ്യിലും അരയിലും കെട്ടുന്നവർക്ക് അള്ളാഹുവിന്റെ നേരെ കൈനീട്ടാൻ അർഹതയില്ല. ഏതെങ്കിലും പള്ളി മിനാരങ്ങൾക്ക് താഴെ മന്ത്രിച്ചൂതി കൊടുക്കുന്ന തകിടുകളോ വെള്ളങ്ങളോ ഊതിയും അല്ലാതെയും കുടിക്കുന്നവർക്ക് അള്ളാന്റെ നേരെ കൈനീട്ടാൻ അർഹതയില്ല.